അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂ ആണ്. നമ്മുടെ പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ നേതാവ് രാഹുൽ ഗാന്ധിയെ കണ്ട ശേഷം അദ്ദേഹം പിന്നീട് ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. അപ്പോൾ അതിനു മുമ്പ് നടത്തിയ ഒരു ഇൻ്റർവ്യൂ ആണ് ഇപ്പോൾ ഈ പറയുന്നത്. ഇന്ന് എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ കോൺഗ്രസ് UDFും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ട ഒരു സന്ദർഭമാണ്. പാർട്ടി പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ആ സന്ദർഭത്തിൽ ഒരു വിവാദത്തിനും ഇവിടെ സ്ഥാനമില്ല. നേതാക്കളും പ്രവർത്തകരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സാധാരണ പ്രവർത്തകർ മത്സരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാൻ അടക്കമുള്ള നേതാക്കന്മാർ അതുകൊണ്ട് തന്നെ വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിന്നുകൊണ്ട് സാധാരണ പാർട്ടി പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് സജ്ജമാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് മുമ്പ് അദ്ദേഹം നടത്തിയ ഒരു പത്രലേഖകരോട് സംസാരിച്ചതും അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടും പരിശോധിച്ചാൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശ്രീ ശശി തരൂറുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിനും ഞാനില്ല. പാർട്ടിയിൽ എല്ലാ നേതാക്കളും അനിവാര്യരാണ്. എല്ലാവരും ഒരുമിച്ച് പോകുന്ന അന്തരീക്ഷമാണ് ഉണ്ടാകേണ്ടത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ കേരളത്തിൽ ഈ ഭരണം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഒരു മിനിറ്റ്, ഈ ഭരണ മാറ്റമുണ്ടാകണം എന്നുള്ളതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. മറ്റു കാര്യങ്ങൾ കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ട് ചില നേതാക്കളൊക്കെ ചില അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുക സ്വാഭാവികമാണ്. പക്ഷെ പഴയ കാലത്തെ പോലെ പണ്ടുണ്ടായിരുന്ന ഗ്രൂപ്പ് വഴക്കുകൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തെ പോലെയുള്ള സങ്കീർണമായ പ്രശ്നങ്ങളോ തർക്കങ്ങളോ ഒന്നും ഇപ്പോൾ പാർട്ടിക്കകത്തില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടി നേതൃത്വം ഇടപെട്ട് അതെല്ലാം പരിഹരിക്കും. അപ്പം അതുകൊണ്ട് ശശി തരൂരുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിനും ഞാനില്ല. അല്ല, അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇന്ന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ ഏറ്റവും വലിയ ആവശ്യം. അതെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രാഹുൽ ഗാന്ധിജിയെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ കണ്ടതിന് ശേഷം അദ്ദേഹം ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. അതിനു മുമ്പ് അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു എന്നേ ഉള്ളൂ. അദ്ദേഹം ഇന്നലെ അത് കഴിഞ്ഞിട്ട് മാധ്യമങ്ങളെ കണ്ടു, മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. അദ്ദേഹം ഒറ്റ വരിയിൽ ഇറക്കാം ഈ പറഞ്ഞത് ഞാൻ രാഹുൽ ഗാന്ധിയെ കാണുന്നതിന് മുമ്പുള്ളതാണ്. അത് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ തന്നെ അത് അല്ല ആ ഇന്റർവ്യൂ നടത്തിയ ആളിനോട് ഞാൻ സംസാരിച്ചതാണ്. അവർ തന്നെ എന്നോട് പറഞ്ഞു, ലിസ് മാത്യു ആണ്, അവരോട് ഞാൻ സംസാരിച്ചു. അവരെന്നോട് പറഞ്ഞത് അതിന് മുമ്പ് നടത്തിയ ഇൻ്റർവ്യൂ ആണെന്ന്. അപ്പോൾ അതിനുശേഷം രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ശ്രീ ശശി തരൂർ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അതൊരു പ്രധാനപ്പെട്ട അങ്ങനെയൊന്നും കോൺഗ്രസിനകത്ത് ചില അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും എല്ലാ കാലത്തും പറയാറുണ്ട്. അപ്പോൾ അതിനെ അങ്ങനെ കണ്ടാൽ മതി. അതിന് അപ്പുറത്തേക്ക് നമ്മൾ വായിക്കേണ്ട കാര്യമില്ല. ഒന്നുമല്ല, അത് ഇപ്പോഴും കോർഡിനേഷൻ ഒക്കെ ഉണ്ട്. അതിനൊന്നും ഒരു കുറവുമില്ല. ഇന്ന് കേരളത്തിലെ മുഴുവൻ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കി, കേരളം ഒട്ടാകെ ഇപ്പം ഗാന്ധി കുടുംബ സംഗമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർട്ടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടി വളരെ സജീവമായി പ്രവർത്തിക്കുകയാണ്. ഇതിനകത്ത് ഒരു കാര്യമാണ്, CPMന് ഒരു അജണ്ടയുണ്ട്. ആ CPMൻ്റെ അജണ്ട എന്ന് പറയുന്നത് കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കേണ്ട സാഹചര്യമാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ടാണ്. കാരണം സാധാരണ പ്രവർത്തകൻ്റെ തെരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അവർക്ക് അസംബ്ലിയിലോ പാർലമെൻറ്റിലോ ഒന്നും നിൽക്കാൻ പറ്റില്ല. അവർക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഒക്കെയാണ് ഭൂരിപക്ഷം ആളുകൾക്ക് മത്സരിക്കാൻ കഴിയുന്നത്. എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്. ഞാൻ അദ്ദേഹത്തെ മാത്രമല്ല, എല്ലാവരും, ഞാനടക്കം എല്ലാവരും ചിന്തിക്കേണ്ട കാര്യം. അദ്ദേഹത്തിന്റെ ലേഖനത്തോടുകൂടിയാണല്ലോ ഈ ചർച്ചകൾ സജീവമായി വന്നത്. അദ്ദേഹം എഴുതിയ ലേഖനമാണ്. അല്ല, അദ്ദേഹത്തോട് അത് ഞാൻ പറഞ്ഞില്ല, അത്തരം കാര്യങ്ങളിൽ വിവാദത്തിൽ ഞാനില്ല. അങ്ങനെ വിവാദം എന്നെ പോലെ ഒരാൾ നടത്തുന്നത് ശരി. കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ്. രാജഭക്തന്മാർ അല്ല, അദ്ദേഹം അതിനെപ്പറ്റിയാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല.
അല്ല, അങ്ങ് പറഞ്ഞു ഇപ്പൊ CPM-ന്റെ ഒരു അജണ്ട എന്ന് പറയുന്നത് കോൺഗ്രസിനെ ദുർബലം. ഞങ്ങൾ മൊത്തത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് ഇതുവരെ ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കരുതെന്ന്. പാർട്ടി ലീഡർഷിപ്പ് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അനാവശ്യ വിവാദങ്ങൾ വേണ്ട എന്നുള്ളത്. ഇത് പ്രതികരിച്ച് വെറുതെ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കേണ്ടതെന്ന് തന്നെയാണ് തീരുമാനം. അല്ല, അതിന്റെ ആവശ്യമില്ല. കാരണം രാഹുൽ ഗാന്ധിയെ കണ്ട ശേഷം ശശി തരൂർ ഇത് സംബന്ധിച്ച ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ല. അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. കേരളത്തിൽ നേതാവില്ല എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധി കണ്ടാലും മാറ്റി. അതുകൊണ്ട് ഇന്ന് ആവശ്യം ഈ ജനവിരുദ്ധ സർക്കാരിനെതിരായിട്ടുള്ള മുന്നേറ്റം. ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, ആശാ വർക്കർമാർ 15ാമത്തെ ദിവസമാണ് ഇന്ന് സമരം ചെയ്യുന്നത്. കേരളത്തിലൊരു മുഖ്യമന്ത്രി ഉണ്ടോ അവരെ വിളിച്ചൊന്ന് ചർച്ച ചെയ്യാൻ? ഇവിടെ അദ്ദേഹത്തിന് എന്തുകൊണ്ട് ദുരഭിമാനം ഉണ്ടാകുന്നത്? ദുരഭിമാനം ഒഴിഞ്ഞ് ആശാ വർക്കർമാരുമായി സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയല്ലേ വേണ്ടത്? കോവിഡ് കാലത്ത് ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ജനങ്ങളെ സേവിച്ച ആളുകളാണവർ. അപ്പോൾ അവരുടെ കാര്യത്തിൽ പോലും ഒരാത്മാർത്ഥത കാണിക്കാത്ത ഒരു ജനവിരുദ്ധ ഗവൺമെൻറ്റാണ് ഇവിടെ ഉള്ളത്. അഴിമതിയാണ് ഈ ഗവൺമെൻറ് മുഖമുദ്ര. അങ്ങനെ ഒരു സർക്കാരിനെതിരായിട്ടുള്ള ജനകീയ മുന്നേറ്റം നിലനിൽക്കുമ്പോൾ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും ഒരുമിച്ച് പോകുക എന്നുള്ളതാണ് ആവശ്യം. CPIM പറയുന്നത് മോദി ഒരു പ്രവണതയുള്ള സർക്കാരെ മാത്രം അറിയുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നരേന്ദ്രമോദിയുമായി കൂട്ടുകെട്ടുണ്ടാക്കാനാണ് CPM ശ്രമിക്കുന്നത്. BJPയും RSSും ഫാസിസ്റ്റ് അല്ല. ഇനി നാളെ അവർ പുരോഗമന ശക്തികളാണെന്ന് എപ്പോഴാണ് ഇനിയും CPM പറയുന്നത് നമ്മൾ നോക്കിയാൽ മതി. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJPയുടെ വോട്ട് വാങ്ങിയിട്ടാണ് തുടർഭരണം ഉണ്ടായത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് BJPയും CPMും തമ്മിലുള്ള ഒരു വലിയ കൂട്ടുകെട്ട് കേരളത്തിൽ നിലനിൽക്കുകയാണ്. BJPക്കെതിരായിട്ട് ഏതെങ്കിലും ഒരു കാര്യം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടോ? മോഡിക്കെതിരായി എന്തെങ്കിലും വിമർശനം നടത്തിയിട്ടുണ്ടോ? അപ്പോൾ ഇപ്പം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കാൻ പോകുന്ന പ്രമേയത്തിൽ ഇത് പണ്ടേ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്ന പ്രകാശ് കാരാട്ട് പണ്ടേ പറയുന്ന കാര്യമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലം മുതൽ അദ്ദേഹം പറയുന്ന കാര്യമാണ്. യെച്ചൂരി അത് പറഞ്ഞിട്ടില്ല. പ്രകാശ് കാരാട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ BJPയും RSSും ഫാസിസ്റ്റ് അല്ല എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, നിരന്തരം പറയുന്നതാണ്. അതിന് വ്യത്യസ്തമായി യെച്ചൂരി നിലപാടെടുത്തിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ BJPയുടെ വോട്ട് വാങ്ങി വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയുമോ എന്നുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് പാർട്ടി കോൺഗ്രസിൻ്റെ കരട് പ്രമേയത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അതേതായാലും ശരി, RSSും BJPയും ഫാസിസ്റ്റ് സംഘടനയാണ് എന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? അപ്പോൾ അത് വളരെ ബോധപൂർവമായി മോഡിയുടെ പിന്തുണ തേടാനുള്ള ഒരു അടവ് നയമാണ് CPM ഇപ്പോൾ സ്വീകരിക്കാൻ പോകുന്നത്, പാർട്ടി കോൺഗ്രസിൽ സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തരൂരിന്റെ ലേഖന വിവാദവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അച്ചടക്ക ലംഘനം നടത്തിയിട്ടില്ല. CPM എന്നാൽ ഈ അഭിപ്രായത്തെയൊക്കെ മുതലെടുക്കാൻ ശ്രമിക്കുകയാണ്. എല്ലാ അഭിപ്രായവും പറയാനുള്ള സ്വാതന്ത്ര്യം കോൺഗ്രസിലുണ്ട് എന്ന രീതിയിൽ ഒരു മയപ്പെട്ട സമീപനമാണ് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്.